ഇന്ന് ജാനുവരി 12 ദേശീയ യുവജന ദിനം. ഇന്നിന്റെ ജനനം പേറുന്ന മഹാത്മാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സു പോയി നിൽക്കുന്നത് വായനയുടെ പുസ്തകത്താളുകളിൽ ഞാൻ ഭാവനയിൽ ചമച്ച 1893 ചിക്കാഗോ സർവമത സമ്മേളന വേദിയിലാണ്. അവിടെ നിന്ന് മനസ്സ് വീണ്ടും സഞ്ചരിച്ച് 1900 പാരീസ് റിലീജിയസ് കോൺഫറൻസിന്റെ സദസ്സിലും അങ്ങനെ 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 എണ്ണിയാലും തീരാത്ത രാജ്യാന്തര മതസാംസ്കാരിക സമ്മേളനങ്ങളുടെ സദസ്സുകളിൽ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃക മൂല്യങ്ങളുടെ അന്തസ്സത്ത ലോകത്തിന് പറഞ്ഞുകൊടുത്ത സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണിന്ന്. ഫ്രഞ്ച് സാഹിത്യകാരനും നൊബേൽ പുരസ്കാര ജേതാവുമായ റൊമെയ്ൻ റോളണ്ട് സ്വാമി വിവേകാനന്ദന്റെ വചനങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ എഴുത്തുകളെക്കുറിച്ച് തന്റെ കൃതിയിൽ ഇങ്ങനെയാണ് പരാമർശിച്ചത്: വൈദ്യുതാഘാതം പോലെയുള്ള സ്പന്ദനം എൻ്റെ ശരീരത്തിൽ ഏൽക്കാതെ ഈ ബുക്കിന്റെ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന ആ മഹാത്മാവിന്റെ വചനങ്ങളെ എനിക്ക് സ്പർശിക്കുവാൻ കഴിയുകയില്ല. ആ വീരന്റെ നാവിൽ നിന്നും ഈ വചനങ്ങൾ പുറപ്പെടുമ്പോൾ ഉണ്ടായ വൈകാരിക പ്രക്ഷോഭം എത്രമാത്രമായിരിക്കും. ആ വൈകാരികതയെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന, ആ വൈകാരികതയെ പിന്തുടരുന്ന ഒരു വലിയ യുവജന സമൂഹം ഇന്നും ലോകത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇന്നലെയുടെ ചരിത്രത്തിന് അല്പം മതനവീകരണത്തിന്റെ ഗന്ധമുണ്ട്.